ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനകത്ത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എന്താണെന്ന് പറയുകയുണ്ടായി. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷനിൽ നമ്മൾ പറയുന്നത് ഒരു ഫംഗ്ഷൻ എപ്പോൾ കണ്ടിന്യൂസ് ആകുമെന്നാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പോയിന്റിൽ എപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമെന്നാണ്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ മീനിങ് ആ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വൽ ആവണം. അപ്പോഴാണ് ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു പോയിന്റിൽ പോരാ, ഫുൾ പോയിന്റുകളിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ എല്ലാ പോയിന്റുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളിലും. ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റുകളിൽ ഡിഫൈൻഡ് ആണോ ആ എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റൂ. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈനിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്താ ഡെഫിനിഷൻ? എ റിയൽ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ്. അടുത്തതായിട്ട് പറയുന്നത് കണ്ടിന്യൂറ്റി ഓൺ ആൻ ഇൻ്റർവൽ ആണ്. ഒരു ഇൻ്റർവലിൽ എപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമെന്ന്. ഇൻ്റർവലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഇൻ്റർവൽസ് ഉണ്ട്. ഓപ്പൺ ഇൻ്റർവൽസും ഉണ്ട്, ക്ലോസ്ഡ് ഇൻ്റർവൽസും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ഇൻ്റർവൽസിൽ എപ്പോൾ കണ്ടിന്യൂസ് ആകും നോക്കാം. സപ്പോസ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് എഫ്. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പേ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് എപ്പോഴാണ് എഫ് കണ്ടിന്യൂസ് ആകുന്നത്? ആ തന്നിരിക്കുന്ന ഇൻ്റർവലിനകത്തുള്ള എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആവണം. ദെൻ ഫോർ എഫ് ടു ബി കണ്ടിന്യൂസ് ഇറ്റ് നീഡ്സ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇനി ഓപ്പൺ ഇൻ്റർവൽ എ ബിയിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? എയും ബിയും ഇല്ല, അതിനിടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും കാണും. അപ്പം ഓപ്പൺ ഇൻ്റർവൽ എ ബിയിനകത്ത് എക്സ്ക്ലൂഡിങ് എ ആൻഡ് ബി ആണ്. എയും ബിയും ഇല്ല, അതിനിടയ്ക്കുള്ള എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. എങ്കിൽ എപ്പോഴാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവുന്നത്? ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലേക്ക് വരുമ്പോഴുള്ള ഒരൊറ്റ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഇല്ലാതിരുന്ന എയും ബിയും കൂടി ചേരുമ്പോഴാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആവുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ആവണമെങ്കിൽ മീനിങ് എന്താ? എയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് സി സച്ച് ദാറ്റ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി. എക്കും ബിക്കും ഇടയിലുള്ള ഏതൊരു പോയിന്റ് സി എടുത്താലും അവിടെ കണ്ടിന്യൂസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. ഇനി നമുക്ക് എയിലും കണ്ടിന്യൂസ് ആവണം, ബിയിലും കണ്ടിന്യൂസ് ആവണം. ഇനി എ എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിനകത്ത് എയുടെ റൈറ്റിലുള്ള പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ, ലെഫ്റ്റിലുള്ള പോയിന്റ്സ് ഇല്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, അത് രണ്ടും ഈക്വൽ ആവണം. പക്ഷേ ഇവിടെ വരുമ്പം എയെ സംബന്ധിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈനകത്ത് റൈറ്റിലുള്ള പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ലിമിറ്റാണ്. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് എ റൈറ്റ് കണ്ടിന്യൂസ് ആയാൽ മതി. റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് എ. അപ്പം എന്ത് കിട്ടണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് കിട്ടണം. അതേപോലെ ബി എടുത്താൽ ബിയുടെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് ആണ് ഇൻ്റർവലിനകത്തുള്ളത്, റൈറ്റിലുള്ള പോയിന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ലിമിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ബി ഈസ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കണം. ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവലിൻ്റെ പ്രത്യേകത. ക്ലോസ്ഡ് ഇൻ്റർവൽ എടുക്കുമ്പോൾ ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സിലും ലെഫ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം, റൈറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. എൻ പോയിന്റ്സ് വരുമ്പോഴത്തേനും അതിനകത്ത് ഏതാണോ ഉൾപ്പെട്ടിരിക്കുന്നത് ആ ലിമിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കണ്ടിന്യൂറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം.
നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതനുസരിച്ചിട്ട് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. അതായത് ഡൊമൈനകത്തുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. ഈ തന്നിരിക്കുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഡൊമൈൻ ഏതാണ്? ഏതൊരു റിയൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ മീനിങ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയാൽ മാത്രമേ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സിലും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതിന് പകരമുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് ചൂസ് ചെയ്യുക, എന്നിട്ട് അതിനകത്തുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് ലെറ്റ് സി ബി ആൻ ആർബിട്രറി റിയൽ നമ്പർ. സി എന്ന് പറഞ്ഞൊരു റിയൽ നമ്പർ ചൂസ് ചെയ്യുക, എന്നിട്ട് സിയിനകത്തുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് ലിമിറ്റ് ചെക്ക് ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സിന് സി കൊടുക്കുമ്പം സി ക്യൂബ് പ്ലസ് സി സ്ക്വയർ മൈനസ് 1. ഇനി നമുക്ക് ഫംഗ്ഷൻ വാല്യൂ നോക്കണം. എഫ് ഓഫ് സി ഈക്വൽ ടു ഡയറക്റ്റ് എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം സി കൊടുക്കുമ്പോൾ സി ക്യൂബ് പ്ലസ് സി സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വലായി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. അതിൻ്റെ മീനിങ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്നാണ്. സി എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പറിൻ്റെയും കൂടി ഒരു റെപ്രസെൻറ്റേഷനാണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി റിയൽ നമ്പർ. അപ്പോൾ എല്ലാ റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ മീനിങ് ഡൊമൈനിൽ ഫുള്ളായിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ? മോഡ് എക്സിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ മോഡ് എക്സിൻ്റെ ഡൊമൈൻ ഏതാണോ ആ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താ? മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എല്ലാ റിയൽ നമ്പറിനും മോഡ് എക്സ് ഡിഫൈൻഡ് ആണ്. 2 ഫംഗ്ഷനായിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ എല്ലാ റിയൽ നമ്പറിലും നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് തന്നേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുക്കുന്നത് സി എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രറി റിയൽ നമ്പറാണ്. ലെറ്റ് സി ബി എ റിയൽ നമ്പർ. ആ റിയൽ നമ്പർ ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. പോസിറ്റീവ് ആവുന്നൊരു കേസുമുണ്ട്, നെഗറ്റീവ് ആവുന്ന കേസുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ലെസ് ദാൻ 0. സി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ സി നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്. അപ്പം സി എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ എന്ത് കിട്ടും? എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു മൈനസ് എക്സിനകത്ത് എക്സിന് പകരം സി കൊടുക്കണം. ദാറ്റ് ഈസ് മൈനസ് സി. ഇനി നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യുക. ലിമിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു. ഇനി ഇവിടെ നമ്മൾ ഒരു ലിമിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു നെഗറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ വാല്യൂ മൈനസ് എക്സ് തന്നെയാണ്. ദാറ്റ് മീൻസ് ആ റിയൽ നമ്പറിൻ്റെ ലെഫ്റ്റിലും മൈനസ് എക്സ് ആണ്, റൈറ്റിലും മൈനസ് എക്സ് ആണ്. എല്ലാ നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെയും ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫംഗ്ഷൻ വാല്യൂ ഉള്ളൂ, ഒരൊറ്റ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി മൈനസ് എക്സ്. എക്സിന് സി കൊടുക്കുമ്പോൾ മൈനസ് സി. ഇപ്പോൾ ഫംഗ്ഷൻ വാല്യൂയും ലിമിറ്റ് വാല്യൂയും ഈക്വലായി. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി നെഗറ്റീവ് റിയൽ നമ്പർ. എല്ലാ നെഗറ്റീവ് റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ട് എടുക്കുക. അപ്പോൾ ലെറ്റ് സി ബി എ റിയൽ നമ്പർ സച്ച് ദാറ്റ് സി ഗ്രേറ്റർ ദാൻ 0. സി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് സി ഈക്വൽ ടു എക്സിനകത്താണ് കൊടുക്കേണ്ടത്. കാരണം പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഈക്വൽ ടു സി. ഇനി നമ്മൾ ലിമിറ്റ് വാല്യൂ ചെക്ക് ചെയ്യുക. ഈ സമയത്തും ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്നതും പോസിറ്റീവായിരിക്കും, റൈറ്റിൽ കിടക്കുന്നതും പോസിറ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലെ ഫംഗ്ഷനും എക്സ് ആണ്, റൈറ്റിലെ ഫംഗ്ഷനും എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി. അപ്പോൾ ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂന് ഈക്വലായി. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോസിറ്റീവ് റിയൽ നമ്പർ. നെഗറ്റീവ് റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണ്, പോസിറ്റീവ് റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ പറയാത്തൊരു കേസുണ്ട്, 0 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടുത്തെ ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ടുള്ള 0. 0യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ 2 കാറ്റഗറിയിലും 0യെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം 0 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്നത് നെഗറ്റീവ് റിയൽ നമ്പേഴ്സും റൈറ്റിൽ കിടക്കുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സുമാണ്. ദാറ്റ് മീൻസ് ലെഫ്റ്റിലെ ഫംഗ്ഷൻ മൈനസ് എക്സ് ആണ്, റൈറ്റിലെ ഫംഗ്ഷൻ എക്സ് ആണ്. 2 സ്ഥലത്തും 2 ഫംഗ്ഷൻ ആയതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ 0യിലെ കണ്ടിന്യൂറ്റി പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്.
അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്ത് ലിമിറ്റ് കണ്ടുപിടിക്കുക. സീറോയിലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0, ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് ആണ്. അവിടെയും എക്സിന് 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് സീറോയിലെ ഫംഗ്ഷൻ വാല്യൂ കിട്ടുന്നത് എക്സിൽ കൊടുക്കുമ്പോഴാണ്, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 0 ആണ്, ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ലിമിറ്റ് വാല്യൂയും ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആയി, ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. 0 എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നെഗറ്റീവ് റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആണ്, പോസിറ്റീവിൽ കണ്ടിന്യൂസ് ആണ്, സീറോയിൽ കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി റിയൽ നമ്പർ. എല്ലാ റിയൽ നമ്പറിലും എഫ് കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് മോഡ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എക്സ് നോട്ട് ഈക്വൽ ടു 0. 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/xൻ്റെ ഡൊമൈൻ ഏതാണോ ആ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. 1/x ഡിഫൈൻഡ് അല്ലാത്ത ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, 0 എന്ന് പറയുന്ന പോയിന്റ്. അതിൻ്റെ മീനിങ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 0 ഒഴിച്ചിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് ദ ഡൊമൈൻ ഈസ് ദ സെറ്റ് ഓഫ് ആൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എല്ലാ നോൺ സീറോ റിയൽ നമ്പറിലും നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് സി എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എടുക്കുക. ആ റിയൽ നമ്പർ നോൺ സീറോ ആയിരിക്കണം. സോ ലെറ്റ് സി ബി എ നോൺ സീറോ റിയൽ നമ്പർ. ഇനി നമ്മൾ സിയിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. എങ്ങനെയാണ് സിയിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്? ലിമിറ്റ് വാല്യൂ നോക്കണം, ഫംഗ്ഷൻ വാല്യൂ നോക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് സി 1/x വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് സി കൊടുക്കുമ്പോൾ 1/c എന്ന് കിട്ടും. ഇനി എന്താ ഫംഗ്ഷൻ വാല്യൂ? എഫ് ഓഫ് സി ഈക്വൽ ടു എക്സിൽ ഡയറക്റ്റ് ആയിട്ട് സി കൊടുക്കുക, ദാറ്റ് ഈസ് 1/c. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ലിമിറ്റ് വാല്യൂയും ഫംഗ്ഷൻ വാല്യൂയും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സി എന്ത് നമ്പരാ? സി എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ റിയൽ നമ്പറാണ്. അതിൻ്റെ മീനിങ് എഫ് എല്ലാ നോൺ സീറോ റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Next question, discuss the continuity of the function f defined by f of x equal to x plus 2 if x less than or equal to 1, x minus 2 if x greater than 1. നമ്മൾ മോഡ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കണ്ടായിരുന്നു. അവിടെ നമ്മൾ 0യിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. ഇവിടെ 1ൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. ഇവിടെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ഫംഗ്ഷൻ എല്ലാ റിയൽ നമ്പറിലും ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ റിയൽ നമ്പറിലും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. രണ്ടായിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ എക്സ് ലെസ് ദാൻ 1 വരുന്നത് ഒരു കേസായിട്ട് ചെയ്യുക, എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുന്നത് മറ്റൊരു കേസായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ടുള്ള 1 മോഡ് എക്സിൽ നമ്മൾ 0യിൽ ചെയ്തതുപോലെ 1ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ടോട്ടലായിട്ട് 3 കേസുകൾ വരും. ലെസ് ദാൻ 1 വരുമ്പോൾ ഒരു കേസ്, ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഒരു കേസ്, ഈക്വൽ ടു 1 വരുമ്പോൾ മറ്റൊരു കേസ്. ഇങ്ങനെ 3 കേസുകളിൽ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ സി എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി റിയൽ നമ്പർ ചൂസ് ചെയ്യുക. കേസ് 1, ലെറ്റ് സി ബി എ റിയൽ നമ്പർ സച്ച് ദാറ്റ് സി ലെസ് ദാൻ 1. 1നേക്കാൾ ചെറുതാണ് സി എങ്കിൽ 1നേക്കാൾ ചെറുതായിട്ടുള്ള ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും 1നേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ വാല്യൂ സെയിം തന്നെയാണ്. അതുകൊണ്ട് ഒരൊറ്റ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലെസ് ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് സി എക്സ് പ്ലസ് 2. ഡയറക്റ്റ് എക്സിന് സി കൊടുക്കുമ്പോൾ സി പ്ലസ് 2 എന്ന് കിട്ടും. ഇനി ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് സി ഈക്വൽ ടു ലെസ് ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂവും ഡയറക്റ്റ് സി കൊടുത്താൽ മതി, അതും സി പ്ലസ് 2 ആണ്. ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വലായി. ദാറ്റ് മീൻസ് സി ലെസ് ദാൻ 1 ആകുമ്പോൾ എഫ് കണ്ടിന്യൂസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ സി ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസ് രണ്ടാമത് ചൂസ് ചെയ്യുക. കേസ് 2, ലെറ്റ് സി ബി എ റിയൽ നമ്പർ സച്ച് ദാറ്റ് സി ഗ്രേറ്റർ ദാൻ 1. സി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴും ഇതേപോലെ ലിമിറ്റ് വാല്യൂവും ഫംഗ്ഷൻ വാല്യൂവും ചെക്ക് ചെയ്യുക. 1നേക്കാൾ വലുതാണ് എങ്കിൽ ഏതൊരു പോയിന്റ് എടുത്താലും ലെഫ്റ്റിലും റൈറ്റിലും ഫംഗ്ഷൻ എക്സ് മൈനസ് 2 തന്നെയാണ്. അപ്പോൾ ഒരൊറ്റ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് സി എക്സ് മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു സി മൈനസ് 2. അതേപോലെ ഫംഗ്ഷൻ വാല്യൂ ചെയ്താൽ എഫ് ഓഫ് സി ഈക്വൽ ടു ഡയറക്റ്റായിട്ട് എക്സിന് സി കൊടുക്കുമ്പോൾ അവിടെയും സി മൈനസ് 2 കിട്ടും. അപ്പോൾ അവിടെയും ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ്
എവരി റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1, 1നേക്കാൾ വലുതാകുന്ന റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി ഒരു കേസ് ഇവിടെയുണ്ട്, ഈക്വൽ ടു 1 ആകുന്ന സമയത്ത്. ഇപ്പോൾ കേസ് 3 സി ഈക്വൽ ടു 1. സി ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ലെഫ്റ്റ് ലിമിറ്റ് ആകുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 മൈനസ് എന്ന് പറഞ്ഞാൽ മീനിങ് 1ൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂ എടുക്കുക. എക്സിന് കൊടുക്കേണ്ട നമ്പർ 1 തന്നെയാണ്, ലെഫ്റ്റ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് നമ്മൾ മൈനസ് ഇട്ടേക്കുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1, ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ആണ്. സോ നമ്മൾ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 3. അതേപോലെ റൈറ്റിലുള്ള ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1. റൈറ്റിലുള്ള ഫംഗ്ഷൻ എക്സ് മൈനസ് 2 ആണ്. സോ എക്സിന് 1 കൊടുക്കുമ്പോൾ ആൻസർ 1 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു -1. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോട്ട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയി. പിന്നെ നമ്മൾ ഫംഗ്ഷൻ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. ദെർഫോർ എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1ൽ കണ്ടിന്യൂസ് ആയിരുന്നു, ലെസ് ദാൻ 1ൽ കണ്ടിന്യൂസ് ആയിരുന്നു, പക്ഷേ ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ടോട്ടലായിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. പക്ഷേ അതിന് കണ്ടിന്യൂസ് അല്ലാതെ വരുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എക്സ് ഈക്വൽ ടു 1 ഈസ് ദ ഓൺലി ഡിസ്കണ്ടിന്യൂറ്റി. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ ടോട്ടലായിട്ട് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ലൈനാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എക്സ് മൈനസ് 2 എന്ന് പറയുന്ന ലൈനാണ്. എക്സ് ഈക്വൽ ടു 1നകത്ത് വരുന്നത് എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ലൈനാണ്. എന്ന് പറഞ്ഞാൽ മീനിങ് 1ലുള്ള ഫംഗ്ഷൻ വാല്യൂ കിട്ടുന്നതും എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ലൈനിനകത്താണ്. അപ്പോഴത്തേക്കും അവിടെ നമ്മൾ കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ലൈനിൽ കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എക്സ് മൈനസ് 2നകത്ത് ഫംഗ്ഷൻ വാല്യൂ വരില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരച്ചിരിക്കുന്ന ഒരു ഗ്രാഫ് അല്ല, അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. Discuss the continuity of the function defined by f of x equal to x plus 2 if x less than 0 minus x plus 2 if x greater than 0. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. എന്താ ഇതിൻ്റെ ഡൊമൈൻ? നമ്മൾ നോക്കുമ്പോൾ ഫംഗ്ഷൻ 0യിൽ ഡിഫൈൻഡ് അല്ല, ബാക്കി എല്ലാ പോയിന്റ്സിലും ഡിഫൈൻഡ് ആണ്. ലെസ് ദാൻ 0യിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ 0യിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മീനിങ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് നോൺ സീറോ റിയൽ നമ്പേഴ്സിലാണ്. അപ്പോൾ ദ ഡൊമൈൻ ഈസ് ദ സെറ്റ് ഓഫ് ആൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും 0 ഒഴിച്ചിട്ടുള്ള റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കിയാൽ മതി. 0 ഡൊമൈനിൽ ഇല്ലാത്തത് കൊണ്ട് 0യിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെയ്യാം? 2 കൊടുത്തേക്കുന്നത് കൊണ്ട് നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന് ഒരു കേസായിട്ട് ചെയ്യുക, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് അടുത്ത കേസായിട്ട് ചെയ്യുക. ഇപ്പോൾ കേസ് 1 ലെറ്റ് സി ബി എ റിയൽ നമ്പർ സച്ച് ദാറ്റ് സി ലെസ് ദാൻ 0. സി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ അവിടുന്ന് ലിമിറ്റ് എന്താ കിട്ടുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എക്സ് പ്ലസ് 2 ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എക്സ് പ്ലസ് 2, എക്സിന് സി കൊടുക്കുമ്പോൾ സി പ്ലസ് 2 എന്ന് കിട്ടും. അതേപോലെ തന്നെ ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് സി കൊടുത്താൽ മതി. എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു സി പ്ലസ് 2. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്. അതിൻ്റെ മീനിങ് എല്ലാ നെഗറ്റീവ് റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കേസ് 2 ആയിട്ട് ഗ്രേറ്റർ ദാൻ 0ക്ക് ചെയ്യുക. കേസ് 2 ലെറ്റ് സി ബി എ റിയൽ നമ്പർ സച്ച് ദാറ്റ് സി ഗ്രേറ്റർ ദാൻ 0. സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലിമിറ്റ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ മൈനസ് എക്സ് പ്ലസ് 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് സി കൊടുക്കുമ്പോൾ മൈനസ് സി പ്ലസ് 2. ഫംഗ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് എക്സിന് പകരം സി കൊടുക്കുക. ഗ്രേറ്റർ ദാൻ 0യിൽ ഫംഗ്ഷൻ മൈനസ് എക്സ് പ്ലസ് 2 ആണ്. സോ എഫ് ഓഫ് സി ഈക്വൽ ടു മൈനസ് സി പ്ലസ് 2. ഇവിടെയും ഫംഗ്ഷൻ വാല്യൂയും ലിമിറ്റ് വാല്യൂയും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇപ്പോൾ ലെസ് ദാനിലും ചെക്ക് ചെയ്തു, ഗ്രേറ്റർ ദാനിലും ചെക്ക് ചെയ്തിട്ടുണ്ട്. 0 ഇതിലില്ലാത്തത് കൊണ്ട് 0യിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സിലും നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാഫ് വരയ്ക്കുന്ന ടൈമിൽ നമുക്ക് 2 മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ലൈനാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ലൈനാണ്. ഇനി 0 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ 2 ലൈനിനകത്തും ഇല്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഹോൾ ഇടാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രാഫ് മാത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് ഫുള്ളായിട്ട് നമുക്ക്
കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല, ഇടയ്ക്കൊരു ഹോൾ കിടക്കുവാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. എന്താ അതിന് കാരണം? നമ്മൾ പറഞ്ഞു ഡൊമൈനകത്ത് 0 എന്ന് പറയുന്നൊരു പോയിന്റ് ഇല്ല. ഇപ്പോൾ ഡൊമൈനിൽ ഇല്ലാത്ത പോയിന്റിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗ്രാഫ് അനുസരിച്ച് ഒരു ഹോൾ കിടക്കുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ആ പോയിന്റ് നമ്മുടെ ഡൊമൈനിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോകുമ്പോൾ ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ബ്രേക്കിംഗ് നമ്മുടെ കണ്ടിന്യൂറ്റി അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം 0യുടെ തൊട്ട് പുറകിൽ വരെയും ഗ്രാഫ് പോകുന്നുണ്ട്, 0യ്ക്ക് മുന്നോട്ടും ഗ്രാഫ് പോകുന്നുണ്ട്. അത്രയും പോയിന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ബ്രേക്കിംഗ് കണ്ടിന്യൂസ് അല്ല എന്നല്ല മീനിങ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് തരുന്ന ടൈമിൽ പെട്ടെന്ന് ഗ്രാഫ് മാത്രം നോക്കിയിട്ട് അവിടെ ഒരു ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് എടുത്ത് പറയരുത്. നമ്മളൊന്ന് നോക്കണം ആ ഒരു ബ്രേക്കിംഗ് സംഭവിച്ചിരിക്കുന്ന പോയിന്റ് നമ്മുടെ ഡൊമൈനകത്തുണ്ടോ. ഡൊമൈനിലുള്ള ഒരു പോയിന്റിലാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ മീനിങ് ഡിസ്കണ്ടിന്യൂസ് എന്നാണ്. ഡൊമൈൻ അല്ലാത്തൊരു പോയിന്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളൊന്നും തന്നെ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച സ്ഥലത്തൊക്കെ ബ്രേക്കിംഗ് ഉണ്ടായിരിക്കുന്ന ഓരോ കേസുകളും ഡൊമൈനിലുള്ള പോയിന്റ്സിലാണ് ആ പ്രോബ്ലം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെയെല്ലാം ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്. അതുകൊണ്ട് ഇവിടെ ഹോൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് if x greater than or equal to 0, x square if x less than 0. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആണ്. ഈക്വൽ ടു 0യിൽ പറഞ്ഞിട്ടുണ്ട്, ലെസ് ദാൻ 0യിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ 0യിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പറിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ദാറ്റ് മീൻസ് ദ ഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന ടൈമിൽ എല്ലാ റിയൽ നമ്പറിലും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഇതിനകത്ത് പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെസ് ദാൻ 0യിൽ ചെക്ക് ചെയ്യണം, ഗ്രേറ്റർ ദാൻ 0യിൽ ചെക്ക് ചെയ്യണം, ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ടുള്ള 0യിലും ചെക്ക് ചെയ്യണം. കേസ് 1, ലെറ്റ് സി ബി എ റിയൽ നമ്പർ സച്ച് ദാറ്റ് സി ലെസ് ദാൻ 0. അപ്പോൾ സി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താ മീനിങ്? ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. എഫ് ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ലെസ് ദാൻ 0 ആയതുകൊണ്ട് എക്സ് സ്ക്വയറിൽ തന്നെയാണ് സി കൊടുക്കേണ്ടത്. സോ വിച്ച് ഇസ് ആൾസോ ഈക്വൽ ടു സി സ്ക്വയർ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ 0. എല്ലാ നെഗറ്റീവ് റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കേസ് 2, സി ബി എ റിയൽ നമ്പർ സച്ച് ദാറ്റ് സി ഗ്രേറ്റർ ദാൻ 0. സി ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. പോസിറ്റീവ് റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് സി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി എക്സ് എന്ന് കിട്ടും. കാരണം ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് ആണ്. എക്സിന് സി കൊടുക്കുമ്പോൾ നമുക്ക് സി എന്ന ആൻസർ കിട്ടും. എഫ് ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഡയറക്റ്റ് എക്സിന് സി കൊടുക്കുക, അതും സി ആണ്. ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വലായി. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 0. എല്ലാ പോസിറ്റീവ് റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. അടുത്തതായിട്ട് നമുക്കുള്ള പോയിന്റ് 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ദാറ്റ് ഈസ് കേസ് 3, സി ഈക്വൽ ടു 0. 0യിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ലെഫ്റ്റിലും റൈറ്റിലും 2 ഫംഗ്ഷനാണ്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0. ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സിന് 0 കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. അതേപോലെ റൈറ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് 0. റൈറ്റിലുള്ള ഫംഗ്ഷൻ എക്സ് ആണ്. അവിടെയും എക്സിന് 0 കൊടുക്കുമ്പോൾ ആൻസർ 0 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്, റൈറ്റ് ലിമിറ്റ് 0 ആണ്. അതുകൊണ്ട് 0യിലുള്ള ലിമിറ്റ് 0 ആണ്. ദെർഫോർ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ലിമിറ്റ് വാല്യൂ 0 ആയി. ഇനി എഫ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് 0 നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് 0യിലുള്ള ഫംഗ്ഷൻ വാല്യൂ എക്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സിന് ഡയറക്റ്റ് 0 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 0യും 0 കിട്ടും. അപ്പോൾ ഇവിടെയും ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വലായി എന്ന് പറഞ്ഞ മീനിങ് 0യിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നെഗറ്റീവ് റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആയി, പോസിറ്റീവ് റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആയി, 0യിൽ കണ്ടിന്യൂസ് ആയി എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഷോ ദാറ്റ് എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്താലും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോൾ നമുക്ക് എല്ലാ പോളിനോമിയലിനെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പോളിനോമിയൽ എടുക്കാം. ലെറ്റ് പി ഓഫ് എക്സ് ബി എ പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ എന്താ പോളിനോമിയലിൻ്റെ ജനറൽ ഫോം? ദെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റൈസ് ടു എൻ. ഇതൊരു nth ഡിഗ്രി പോളിനോമിയലാണ്. എന്നിന് ഏതൊരു നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആവാം. ഫോർ സം നാച്ചുറൽ നമ്പർ എൻ. അതേപോലെ തന്നെ nth ഡിഗ്രി എന്ന് പറയണമെങ്കിൽ ആ nth ഡിഗ്രി എന്ന് പറയുന്ന ആ ടേം എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആവാൻ പാടില്ല. ദാറ്റ് ഈസ് എ എൻ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ബാക്കി എല്ലാ കോയിഫിഷ്യൻസും ഏതെങ്കിലുമൊക്കെ റിയൽ നമ്പർ ആയാൽ മതി. എ ഐ എലമെൻറ്റ് ഓഫ് ആർ. ഇനി നമുക്ക് കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ഏതാണെന്ന് അറിയണം. ഏതൊരു റിയൽ നമ്പർ എടുത്താലും ഏതൊരു പോളിനോമിയലിനും വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. കാരണം ഡയറക്റ്റ് എക്സിന് പകരം ആ തന്നിരിക്കുന്ന റിയൽ നമ്പർ ഇട്ട് കൊടുത്താൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ മീനിങ് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നേരത്ത് എല്ലാ റിയൽ നമ്പറിലും ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ റിയൽ നമ്പറിലും ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർബിട്രറി ആയിട്ടൊരു റിയൽ നമ്പർ ചൂസ് ചെയ്യുക. അപ്പോൾ ലെറ്റ് സി ബി ആൻ ആർബിട്രറി റിയൽ നമ്പർ. ഇനി സിയിൽ നമ്മൾ എങ്ങനെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യും? ലിമിറ്റ് ചെക്ക് ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻസ് സി. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് അല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് പി ഓഫ് എക്സ് എന്നാണ്. അതുകൊണ്ട് പി ഓഫ് എക്സ് എന്ന് എഴുതുക. ലിമിറ്റ് എക്സ്റ്റെൻസ് സി പി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റൈസ് ടു എൻ. എക്സിന് പകരം സി കൊടുക്കുമ്പോൾ എ നോട്ട് പ്ലസ് എ വൺ സി പ്ലസ് എ ടു സി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ സി റൈസ് ടു എൻ എന്ന് കിട്ടും. ഇത് ഡയറക്റ്റ് ആയിട്ട് പി ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ആണ് ഫംഗ്ഷൻ എങ്കിൽ എഫ് ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യും. പി എന്നാണ് ഫംഗ്ഷൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ പി ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യുക. പി ഓഫ് സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫംഗ്ഷന് സി കൊടുക്കുക. അപ്പോൾ അതും സെയിം വാല്യൂ കിട്ടും. ദെർഫോർ ലിമിറ്റ് എക്സ്റ്റെൻസ് സി പി ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് സി. അതിൻ്റെ മീനിങ് എന്താ? പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലാ റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണ്. എല്ലാ റിയൽ നമ്പറിലും കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞ മീനിങ് പോളിനോമിയൽ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ പി ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അടുത്ത പ്രോബ്ലം, find all the points of discontinuity of the greatest integer function defined by f of x is equal to greatest integer x, where greatest integer x denotes the greatest integer less than or equal to x. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഏതാണോ ആ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ ഉണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ വാല്യൂ. അതൊരു ഇൻറ്റിജർ നമ്പർ അല്ല എങ്കിൽ അതിനേക്കാൾ ചെറിയ ഇൻറ്റിജേഴ്സിൽ വലിയ ആളിനെ എടുക്കുക എന്നാണ്. എൻ്റെ മീനിങ് എന്താ? ചെറിയ ഇൻറ്റിജർ തൊട്ടടുത്ത് കിടക്കുന്ന ഇൻറ്റിജറിനെ എടുക്കുക എന്ന്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും ഇത് ഏതാ ഫംഗ്ഷൻ എന്ന്. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 5. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 5ൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 5 ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 5 തന്നെയാണ്. ഇതേപോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 6 എടുത്താൽ അത് 6 എന്ന് കിട്ടും. അങ്ങനെ ഇൻറ്റിജറിനെല്ലാം സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -2 എത്രയാ? അത് -2 ഒരു ഇൻറ്റിജർ ആണ്, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ -2 ആണ്. അപ്പോൾ ഇതല്ലാണ്ടുള്ള വാല്യൂസ് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2.5. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് ഇൻറ്റിജർ അല്ല, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ 2.5 വരില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനേക്കാൾ ചെറിയ ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കണം. ഇതിനേക്കാൾ ചെറിയ ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണ്? 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, അങ്ങനെ അങ്ങോട്ട് പോകുന്ന എല്ലാവരും ഉണ്ട്. അതിലേറ്റവും വലുത് ഏതാ? 2 ആണ്. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ആൾ 2 ആണ്, അതുകൊണ്ട് 2.5ൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇപ്പം 3.6 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 3.6 എന്ന് എടുത്താൽ അവിടെയും 3.6 ഇൻറ്റിജർ അല്ല. അപ്പോൾ തൊട്ട് പുറകിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 3 ആണ്, അതുകൊണ്ട് ആൻസർ 3 ആണ്. ഇത് നമുക്ക് നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ -2.5 എടുത്തു. -2.5 എടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, -2.5 ഇൻറ്റിജർ അല്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിനേക്കാൾ ചെറിയ ഇൻറ്റിജേഴ്സ് എടുക്കുക. ചെറിയ ഇൻറ്റിജേഴ്സ് ഏതാ? നെഗറ്റീവ് വരുമ്പോഴത്തേനും നമ്മുടെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. -2.5നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ -3 -4 അങ്ങോട്ടാണ് ചെറുതായി പോകുന്നത്. നേരത്തെ പോസിറ്റീവ് പറയുന്ന പോലെ 2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ -2 -1 ഒക്കെ ഇതിനേക്കാളും വലിയ നമ്പേഴ്സാണ്. അപ്പോൾ -2.5നേക്കാൾ ചെറിയ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ -3 -4 -5 ആണ്. അതിൽ വലുതെന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ -2.5 വരുമ്പോൾ ആൻസർ -3 എന്ന് കിട്ടും. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് മനസ്സിലായി എല്ലാ റിയൽ നമ്പറിനും ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഉണ്ട്. അതിൻ്റെ മീനിങ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ റിയൽ നമ്പറിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യം ഒന്ന് ഗ്രാഫിലൂടെ നോക്കാം കണ്ടിന്യൂസ് ആണോ എന്ന്. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യം നമുക്ക് 0 മുതൽ 1 വരെ എടുക്കാം. 0 ഒരു ഇൻറ്റിജർ ആണ്, 0യിലെ ഫംഗ്ഷൻ വാല്യൂ 0 ആണല്ലോ. ഇനി
നമ്മൾ അടുത്ത് വരുന്ന ഏതാ? 0 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ്. 0 മുതൽ 1 വരെയുള്ള, ഇപ്പം 1 പോട്ടെ, ഇപ്പം 1ൻ്റെ കാര്യം പിന്നീട്, കാരണം 1ൻ്റെ ഫംഗ്ഷൻ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 0യ്ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? എല്ലാം 0 പോയിൻറ്റ് നമ്പേഴ്സാണ്. ഇപ്പോൾ 0.5 0.6 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റിജർ വാല്യൂ എത്ര തന്നെ കിട്ടും? 0 കിട്ടും. അപ്പോൾ 0 മുതൽ 1 അല്ല, 1ന് ഇടയിൽ. അപ്പോൾ 0യിലും 0യ്ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ 0 ആണ്. 1 വരുമ്പോൾ അതെന്ത് ചെയ്യും? 1 വരുമ്പോൾ വാല്യൂ 1 ആവും. അപ്പോൾ തൊട്ട് മുകളിലോട്ട് പോകും. ഇനി 1.1 1.2 അങ്ങനെ 1 പോയിൻറ്റ് വരുന്നതിനെല്ലാം ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. 2 വരുമ്പോൾ വീണ്ടും 2ൻ്റെ വാല്യൂ മുകളിലേക്ക് ജമ്പ് ചെയ്ത് 2 എന്ന് കിട്ടും. അങ്ങനെ പോയി നമുക്കിങ്ങനെ സ്റ്റെപ്പ് പോലെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂസ് കിട്ടുന്നത്. നെഗറ്റീവിലും അതേ കണക്ക് തന്നെയാണ്. ഇപ്പോൾ 0യ്ക്കും -1നും ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? 0യിൽ വാല്യൂ 0 ആയതുകൊണ്ട് ഇനി അടുത്ത ലൈനിനകത്ത് 0 വരത്തില്ല. പിന്നെ അതിനിടയ്ക്കുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത എല്ലാ നമ്പരും 0 പോയിൻ്റ് ആണ്, -0 പോയിൻ്റ് ആണ്. -0 പോയിൻ്റ് ആകുമ്പോൾ അതിൻ്റെ എല്ലാ ഫംഗ്ഷൻ വാല്യൂ എടുക്കുമ്പോൾ വരുന്ന ആൻസർ -1 ആണ്. അതേപോലെ നമുക്ക് ഇതേ കണക്ക് സ്റ്റെപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് ബ്രേക്കിംഗ് ഉണ്ട്, നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്, ബ്രേക്കിംഗ് ഉണ്ട്, ഹോളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതനുസരിച്ച് എന്താ നോക്കേണ്ടത്? ഈ ബ്രേക്കിംഗ് വന്നിരിക്കുന്ന പോയിന്റുകൾ ഡൊമൈനിലുള്ളതാണോ എന്ന് നോക്കണം. നമ്മൾ ആദ്യമേ പറഞ്ഞു ഡൊമൈൻ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആണെന്ന്. എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റും ഡൊമൈനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഗർ അനുസരിച്ച് തന്നെ നമുക്ക് കാണാം ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഏത് പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്? നമ്മൾ ഇൻറ്റിജർ വരുമ്പോഴാണ് ഇത് ജമ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇൻറ്റിജർ പോയിന്റ്സിലാണ് നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. കാരണം ഇൻറ്റിജർ അല്ലാത്ത എല്ലാ പോയിന്റിലും ഓരോ ലൈനാണ്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ലൈനുകളാണ്. അടുത്ത ഇൻറ്റിജർ എത്തുമ്പോൾ അത് മുകളിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടി പോവുകയാണ്. അപ്പോൾ ഫിഗർ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ആ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകൾ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ അനുസരിച്ച് പറയാൻ പറ്റില്ല, നമ്മൾ തന്നെ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി റിയൽ നമ്പർ എടുത്ത് പ്രൂവ് ചെയ്യുക. ഇവിടെ നമുക്ക് 2 കേസ് വരും. കാരണം ഇൻറ്റിജർ ആകുമ്പോൾ വരുന്നൊരു കേസുമുണ്ട്, ഇൻറ്റിജർ അല്ലാത്തൊരു കേസും ഉണ്ട്. 2 കേസിൽ നമുക്ക് 2 വാല്യൂ ആണ് കിട്ടുന്നത്. ഫസ്റ്റ് കേസ്, ലെറ്റ് സി ബി എ റിയൽ നമ്പർ ബട്ട് നോട്ട് ആൻ ഇൻറ്റിജർ. ഇൻറ്റിജർ അല്ലാത്ത ഒരു റിയൽ നമ്പർ ആണ് സി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. അവിടെ എക്സിന് പകരം സി കൊടുക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സി. അതിൻ്റെ വാല്യൂ എന്താണെന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സി എന്ന് എഴുതിയാൽ മതി. നമ്മൾ കണ്ടതാണ് ഇൻറ്റിജർ അല്ലാത്ത കേസുകളിൽ നമുക്കിപ്പം 3.6 ഒക്കെ ആണെങ്കിൽ നമുക്ക് 3 എന്ന് തൊട്ട് പുറകിലുള്ള ഇൻറ്റിജർ വാല്യൂ ആണ് കിട്ടുന്നത്. അത് ഓരോ തന്നിരിക്കുന്ന നമ്പർ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് നമുക്കിപ്പോൾ ഏതാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സി എന്ന് മാത്രം എഴുതിയിരുന്നാൽ മതി. ഇനി നമ്മൾ എഫ് ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എഫ് ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സിനകത്ത് എക്സിന് സി കൊടുക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സി എന്ന് കിട്ടും. അതിൻ്റെ മീനിങ് ലിമിറ്റ് വാല്യൂയും ഫംഗ്ഷൻ വാല്യൂയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻറ്റിജർ അല്ലാത്ത എല്ലാ റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ എവിടെ കൂടെ ചെക്ക് ചെയ്താൽ മതി? ഇൻറ്റിജേഴ്സിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കേസ് 2, ലെറ്റ് സി ബി ആൻ ഇൻറ്റിജർ. സി ഒരു ഇൻറ്റിജർ ആണ്. സി ഒരു ഇൻറ്റിജർ ആണെങ്കിൽ പ്രത്യേകത എന്താ? നമുക്ക് ഈ ഫിഗർ അനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുവാണ്. 1ൻ്റെ പ്രത്യേകത എന്താ? 1 ഒരു ഇൻറ്റിജർ ആണ്. 1ൻ്റെ ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ കിടക്കുന്നത് 0 എന്ന് പറയുന്ന ലൈനിലാണ്. ഇനി 1ൻ്റെ റൈറ്റിലുള്ള ഫംഗ്ഷൻ വാല്യൂസ് എല്ലാം കിടക്കുന്നത് എവിടെ? 1 എന്ന് പറയുന്ന ലൈനിലാണ്. അപ്പം റൈറ്റിലും ലെഫ്റ്റിലും ഫംഗ്ഷൻ വാല്യൂ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വരുന്ന ഇൻറ്റിജർ പോയിന്റുകളിൽ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എടുത്തേക്കുന്ന സി എന്ന് പറയുന്ന പോയിന്റിലും ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് സി മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, അതായത് സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റിലുള്ള ലിമിറ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് എടുക്കുക. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് എടുക്കുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താ? 0 ആണ്. അപ്പോൾ 1 എടുക്കുമ്പോൾ വാല്യൂ 0 കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? 1 കുറവാണ്. അപ്പോൾ നമ്മൾ 2 എന്ന് പറയുന്ന പോയിന്റ് എടുത്താലോ, 2ൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂസ് എല്ലാം കിടക്കുന്നത് എവിടെയാണ്? 1 എന്ന് പറയുന്ന ലൈനിലാണ്. അപ്പോൾ അവിടെയും 1 കുറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ലെഫ്റ്റിൽ എടുക്കുമ്പോൾ വാല്യൂ 1 കുറയും. അപ്പോൾ സി ആണെങ്കിൽ എത്രയായിട്ട് മാറും? സി മൈനസ് 1 ആയിട്ട് മാറും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് സി മൈനസ് 1 ആണ്. നമുക്ക് റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് സി പ്ലസ് എഫ് ഓഫ് എക്സ്. ഇവിടെ 1 എടുക്കുവാണ്. 1ൻ്റെ റൈറ്റിലുള്ള പോയിന്റ്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എവിടെയാണ് കിടക്കുന്നത്? 1 എന്ന് പറയുന്ന ലൈനിലാണ്. ഇനി 2 എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ 2ൻ്റെ റൈറ്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ എവിടെ കിടക്കുന്നത്? 2 എന്ന് പറയുന്ന ലൈനിലാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ?
അതേ ലൈനിൽ, അതായത് സി എന്ന് പറയുന്ന പോയിന്റ് ഏതാണോ അതേ ലൈനിൽ കിട്ടും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് സി പ്ലസ് എഫ് ഓഫ് എക്സ് എന്തെന്ന് കിട്ടും? സി എന്ന് കിട്ടും. ഇവിടെ തന്നെ ക്ലിയർ ആണ്, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോട്ട് ഈക്വൽ ആണ്. അതിൻ്റെ മീനിങ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മീനിങ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതിൻ്റെ മീനിങ് എന്താ? എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവരി ഇൻറ്റിജർ. എല്ലാ ഇൻറ്റിജേഴ്സും ഇതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഇത് തന്നെയല്ലേ നമ്മൾ ഫിഗറിലൂടെയും കണ്ടത്. അപ്പം നമുക്ക് പറയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല, അതിന് ഡിസ്കണ്ടിന്യൂറ്റികളുണ്ട്. ആ ഡിസ്കണ്ടിന്യൂറ്റികൾ വരുന്നത് ഇൻറ്റിജർ പോയിന്റ്സിലാണ്. ഈ ഒരു പ്രോബ്ലത്തോടു കൂടി സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആവുകയാണ്. കണ്ടിന്യൂറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും പറഞ്ഞിട്ടില്ല. എക്സസൈസിൽ ധാരാളം പ്രോബ്ലംസ് കിടപ്പുണ്ട്. എക്സസൈസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം കൂടി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.